ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശരദംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ജ്ഞാനയജ്ഞം. ദേവിയെക്കുറിച്ചറിയാനുള്ള എല്ലാ രീതിയിലും ഗുരുവിൻ്റെ കൃതികൾ, കാളിനാടകവും അതോടൊപ്പം ജനനീ നവരത്നമഞ്ജരിയും ഭദ്രകാള്യഷ്ടകവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള 9 ദിവസങ്ങളിൽ നടത്തുന്ന ജ്ഞാനയജ്ഞം. അപ്പോൾ ഇത് നടത്തുന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും ഇത് ശ്രവിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവിൻ്റെയും ദേവിയുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇത് സജ്ജന സമക്ഷം എൻ്റെ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ദേവീഭാവം 9 രാത്രികൾ, നവരാത്രി, നവം എന്ന് പറഞ്ഞാൽ 9 നവരാത്രി, അത് ഏറ്റവും ഉത്തുംഗതലത്തിൽ പ്രശോഭിക്കുന്ന വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഒരു നല്ല ജ്ഞാനയജ്ഞം കൂടിയാണ്. ഭാരതീയ സങ്കല്പത്തിൽ ദേവിക്ക് അപൂർവമായ, അത് ഏറ്റവും ഉത്തുംഗമായ സ്ഥാനമാണ് പ്രകൃതിക്ക് ഗുരു നൽകിയിട്ടുള്ളത്. അപ്പം കാളിനാടകത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം 24-ാമത്തെ വരികൾ തൊട്ട് 37 വരെയുള്ള വരികളാണ്. അപ്പം എനിക്കുള്ള ഈ എളിയ വാക്കുകൾ ഭഗവാന്റെയും ശാരദാംബയുടെയും തൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നവരാത്രിയെക്കുറിച്ച് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയാം. നവരാത്രി മഹാദേവി ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളാണ് നമുക്കറിയാനുള്ളത്. അപ്പം അത് ദേവി മഹാത്മ്യത്തിൽ അത് നല്ല വ്യക്തതയോടെ പറയുന്നുണ്ട്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, അതുവരെയുള്ള 3 ആദ്യത്തെ ദിവസങ്ങൾ ദുർഗാഷ്ടമിയായും, 4-മത് കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, ഇത് മഹാലക്ഷ്മി അഥവാ മഹാനവമിയായും, പിന്നീടുള്ള 3 ദിവസങ്ങൾ കളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി അഥവാ സരസ്വതീ ദേവി, അതിനെയാണ് വിജയദശമിയായിട്ടും നാം ഭാരതത്തിലെ എല്ലാ മഹത്തുക്കളും എല്ലാ രീതിയിലും കൊണ്ടാടുന്നത്. അപ്പം ദേവിയാണ് ഏറ്റവും. സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ശിവശക്തിയായുക്തോ ഇതി ഭവതി ശക്തപ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശിവൻ ശക്തിയോടുകൂടി ചേർന്നാൽ മാത്രമാണ് സൃഷ്ടിക്ക് സമർത്ഥമാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വേറെ വേറെ സ്ഥിതി എന്നുള്ള ഒരു കാര്യമല്ല. ഇവർ രണ്ടും ഒന്നിൽ തന്നെയാണ്. അതാണ് 2 തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഒന്ന് തന്നെയായിട്ടാണ് നാം അറിയേണ്ടത്. അപ്പം ശിവനും ശക്തിയും തമ്മിൽ സമ്മേളിക്കുന്നു. അതാണ് അടിക്കുള്ള തോണ്ടി പറിച്ചമ്പരാന്ത. ഇവിടെ ശിവഭഗവാന്റെ ആ തണ്ഡവ നൃത്തവും ജനനീ നവരത്നമഞ്ജരിയിൽ പറയുന്നുണ്ട് ലാസ്യനൃത്തം. അത് രണ്ടും കൂടി സമ്മേളിക്കുമ്പോൾ, സമഞ്ജസമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് പ്രകൃതി തന്നെ ഒരു ആനന്ദ നടനം നടത്തുന്നത്. അതെ, ശിവൻ ഇല്ലാതെ പ്രകൃതിക്ക് ഒരിക്കലും താണ്ഡവ നൃത്തൻ ഒരിക്കലും ഈ പ്രകൃതിയെ നല്ല മനോഹരമായി ചിത്രീകരിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഗുരുവിൻ്റെ ഈ കാളിനാടകത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഒരു കാവ്യരചന. ആരും തൊട്ടിട്ടില്ലാത്ത ഒരു കാവ്യരചനയാണ് അത്. ജീവിതത്തിലുടനീളം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്ന നാടകത്തിൽ നമ്മൾ അതിൽ അഭിനയിക്കും. അത് അഭിനയിച്ച് തീരുമ്പോൾ അതിൻ്റെ ആ കാവ്യഭാവന എങ്ങനെയാണ് നാം നാടകം, ജീവിതത്തിലുള്ള നാടകം, ജീവിതഭാവങ്ങളെയും അതിൽ നാം എന്തൊക്കെയാണ് വിശ്വത്തെയും നമ്മളെയും, നമുക്ക് എന്തൊക്കെ ജീവിതത്തിലുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. ആ അനുഭവങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ആ ഗുരുവിൻ്റെ ഇതിൽ കാണുന്ന ദർശനം,
ആ ഭാവപ്രകാശം. ഇപ്പം ദേവിയുടെ നൃത്തം ചെയ്യുന്നതിൽ ഒരു നമ്മുടെ പ്രകൃതിയെയും വിശ്വത്തെയും നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇത് നമുക്ക് തരുന്നതാണ്. അപ്പം അതൊരു ഒഴുക്കായിട്ടാണ്. ഇത് നമുക്ക് ആ ഒഴുക്കിൽ കൂടി നമുക്ക് അപ്പം പ്രപഞ്ചപ്രവാഹം എന്ന് ഇത് ഗുരുവിൻ്റെ ഒരു ഇതുണ്ട്, എറ്റേണൽ ഫ്ലക്സ് എന്ന് പറയും. ആ പ്രകൃതിയോടിണങ്ങി നാം ജീവിക്കുക, അല്ലെങ്കിൽ നമുക്കും അതിനെ നമ്മുടെ ജീവിത താളം തന്നെ തെറ്റിപ്പോവും. അതാണ് പ്രപഞ്ചപ്രവാഹം, പ്രപഞ്ചത്തിനൊട്ട് ജീവിക്കുക. അതാണ് അവസാനം കൊണ്ടെത്തിക്കുന്നത്. പണം പെണ്ണിലും മണ്ണിലും ചെന്ന് ബുക്ക് ആശ്വസിച്ചാത്ത മോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോവാനേക്കെല്ലഹം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ട് പെട്ടോരുമായ വിലാസം ക്ഷണക്ഷീണ ലോകപ്രപഞ്ചപ്രവാഹം ക്ഷണജ്യോതിരാജേന്ദ്രതാരം നമസ്തേ ശിവാംബ നമസ്തേ. അവസാനം കൊണ്ടെത്തിക്കുന്ന നമസ്തേ ശിവാംബ. കണ്ടോ, ആ വരികൾ നമുക്കിവിടെ ഈ കാളിനാടകത്തിൽ സമഞ്ജസിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനം, പ്രകൃതിയും ആ ഈശ്വരനും ബ്രഹ്മവും. അല്ലാതെ നമുക്കൊന്നും താണ്ഡവ നൃത്തവും ലാസ്യ നൃത്തവും, അതാണ് നീ ലാസ്യമാടി വിടുമീ ഭഗവാന്റെ താണ്ഡവ നൃത്തം. അത് രണ്ടും ചേരുമ്പോഴാണ് ഇവിടെ പ്രകൃതി നല്ല സുന്ദരമായി ആ നാടകത്തെ അഭിനയിക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ കാലത്തിനും ദേശത്തിനും അതീതമായ ആ ദേവിയുടെ ആ നാടകം, അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ആ ജീവിതത്തിനോടനുബന്ധിച്ച്, ജീവിതത്തിൻ്റെ പ്രകൃതിയോടനുബന്ധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ കളിനാടകത്തിൽ കൂടി നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഇവിടെ അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാൻ ഇടം പെട്ടിരിക്കും ജഡയ്ക്കമ്പിളിത്തെല്ലും എല്ലും വിലോല ചലദ്ഭംഗമാന്താര മാണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്ജലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം പരംപഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്ന് തേറിത്തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കന്നഹം ചാർത്ത് മുറിവി മണാളൻ മഹാദേവനും ബ്രഹ്മനും മെമ്പരായൊരഹോ മായയിൽ പെട്ടിരിക്കുന്ന ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം അനങ്കന്റെ പൂവിനല്ലൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലിക്കൊടുത്തല്ല് തല്ലിങ്ങനങ്കന്ന് മങ്കത്തിലേറ്റൊഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽപദത്താൽ ഭരിക്കുന്നവർക്കുള്ളൊരൊത്തൽപദത്തെ കെടുപ്പാനതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും കൃപത്തേൻ കണക്കൺകണം മാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണ് രണ്ടിങ്കലും വിമ്മി വിമ്മിത്തെടുക്കുന്ന പായുന്ന കല്ലോലിനിക്കും പഠിത്തം കൊടുക്കുന്നൊരാനന്ദവാരി കടക്കക്കരെ ബാധ ഭക്തപ്രയുക്ത ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണി കുണ്ടലം കൊണ്ടൊളിപ്പെട്ട് പെങ്ങും ഖണിക്കങ്കിതം കണ്ട കണ്ണാടി നന്മണിച്ചമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനും ഉള്ളായി വിളങ്ങും പളുങ്കൊത്തു പൽപ്പത്തി മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിനെന്ത് ബന്ധം. ഇത്രയും വരികളാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് 25 മിനിറ്റ് കൊണ്ട് പറയാവുന്നതല്ല. ഇത് ഓടിച്ചൊന്ന് അതിൻ്റെ അർത്ഥ വിശകലനം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇത് അത്ര ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ആ ദേവിയുടെ ആ ഭാവം, പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നു, കേശാദിപാത വർണ്ണന, അതിൻ്റെ ഓരോ അവയവങ്ങളുടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെ, ഇങ്ങനെ ഓരോന്നും ഈ നാടകം പോലെ ആ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതാണ് ദേവീഭാഗത്തിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ബാലൻ, നല്ല സുന്ദരമായ ഒരു കോമള ബാലൻ ആലിലയിൽ ഒഴുകി വരുന്നത് കൊണ്ട്. അപ്പോൾ ഇതെവിടെയാണെന്നുള്ളപ്പം അത് അറിയില്ല, ഞാൻ എവിടെയാണ്, അപ്പം അതറിയില്ല. അപ്പം ആദിപരാശക്തിയുടെ രൂപത്തിൽ വന്ന അമ്മയാണ് ആദിപരാശക്തി. ആ സമയത്ത് ആ ബാലനോട് പറയുകയാണ് ഈ പ്രളയം, അപ്പം ഇതെല്ലാം ഞാനാണ് ഇതിലെല്ലാം നിക്ഷിപ്തമായിരിക്കുക, എന്നിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ്. അപ്പം ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്മാർ പോലും ഈ ആദിപരാശക്തിയെ നമിക്കുന്നുണ്ട്. അതാണ്
നമോ നാൻമറയ്ക്കും മണിപ്പും വിളക്കേ നമോ നാൻമുഖാതിപ്രിയാംബ നമസ്തേ എന്നുള്ള ഇത് ഈ വരികൾ ഇവിടെ നമുക്ക് അന്വർത്ഥമാണ്. നമോ നാരദാദിഡ്യ പാതാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പും വിളക്കേ നമോ നാൻമുഖാതിപ്രിയാംബ നമസ്തേ എന്നുള്ള വരികൾ. അപ്പോൾ എല്ലാവരും ആ ദേവിയെ, അമ്മയെ വണങ്ങുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴും ആദ്യം നാം അമ്മ എന്നുള്ള വാക്കാണ്, ആ ആദ്യത്തെ അക്ഷരം, സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ഓങ്കാരം, ആ പ്രണവം, ആ ഈശ്വര ചൈതന്യം, ആ ഈശ്വര ചൈതന്യത്തിൽ ആദ്യത്തെ അക്ഷരം അകാരം, ഉകാരം, മകാരം. അപ്പം ആ അകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ആദിമ മന്ത്രം, പ്രണവമന്ത്രം, അപ്പം ആ ഓങ്കാരം, അപ്പം അമ്മയാണ് ആദിപരാശക്തി. ആ ഓങ്കാരത്തിൽ നിന്നാണ് ഇതെല്ലാം ജനിക്കുന്നത്. ഏത് ഭാഷയാണെങ്കിലും ലോകത്തിൽ എത്ര തരം ഭാഷകളുണ്ടോ അതെല്ലാം ഈ ഓങ്കാരത്തിൽ നിന്നാണ്. ഇപ്പം ബൈബിളിലൊക്കെ ആമേൻ, ഖുറാനിലെ ആമീൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഓങ്കാരത്തിൽ നിക്ഷിപ്തമാണ്. അതാണ് ലോകത്തിലെ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ശക്തി, ബ്രഹ്മശക്തി, അതിൽ ഓങ്കാരമാണ്, പ്രണവമന്ത്രമാണ്. അതിൽ നമ്മിൽ തന്നെ ആ കുണ്ടലിനി ശക്തിയിൽ ഒതുങ്ങി കിടക്കുകയാണ് ബ്രഹ്മ. നമ്മുടെ ശരീരത്തിൽ തന്നെ ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹാദേവൻ, രുദ്രനുണ്ട്. അപ്പം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ്റെ ഒരു സമ്മേളനമാണ് നമ്മുടെ കുണ്ടലിനി ശക്തി. അത് ഓരോ അതുണ്ട്, സ്വാധിഷ്ഠാനം, മണിപൂരകം, അങ്ങനെ ഓരോ ഇതായിട്ട് ചക്രത്തിൽ കൂടിയാണ്. മൂലാധാര ചക്രത്തിൽ തുടങ്ങി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം. അപ്പോൾ ഈ ശക്തികളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ്. അതാണ് ലളിതാ സഹസ്രനാമത്തിനുള്ള പ്രാധാന്യത ഇവിടെ എടുത്തു കാട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിവരിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമുക്ക് അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് അങ്ങടക്കം കൊടുപ്പാൻ ഇടം പെട്ടിരിക്കും ജഡയ്ക്കമ്പിളിത്തെല്ലും എല്ലും വിലോല ചലദ്ധംഗ മന്ദാരമാണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം. ഇവിടെ അമ്മയുടെ ആ ലോക ജീവിതത്തെ സമൃദ്ധമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമുക്ക് ഭഗവതി, പരമേശ്വരി, അപ്പം കാളിയായിട്ട് അവതരിക്കാൻ. കാളി എന്നുള്ളതിന് വാക്കിൻ്റെ അർത്ഥം ഭദ്രകാളി നമുക്കറിയാം. ഭദ്രം കലയതി, ഇത് ഭദ്രമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന ദേവിയാണ്. അല്ല കറുപ്പെന്നുള്ള നിറമൊന്നും അങ്ങനെ നാം അർത്ഥം തെറ്റിദ്ധരിക്കരുത്. അപ്പം ഇവിടെ ഇളകിയാടുന്ന ആ തിരമാലയ പോലെയുള്ള മന്ദാരമാലയും, അപ്പം ദേവിയുടെ വർണ്ണനയാണ്. ദേവി എന്തൊക്കെയാണ് മാണിക്യമാലയും എല്ലാം ആ ശോഭിക്കുന്നതുമായ മാല. അപ്പം അതിനേക്കാൾ വിലയിറ്റതായ രത്നം പതിച്ച്, രത്നത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പം അത് ഉജ്ജ്വലിച്ചുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ തിര തല്ലുന്നത് പോലെ അവിടെ പ്രകാശത്തോടു കൂടിയാണ് ഏറ്റവും മുകളിൽ. എങ്ങനെയാണ് ഗംഗയുടെ തിരയെ തള്ളിവിട്ടുകൊണ്ട് ശോഭിക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ ഗുരുദേവൻ ഈ ദേവിക്കുള്ള ജഡയ്ക്കമ്പിളിത്തെല്ലുമെല്ലും അതിൻ്റെ മന്ദാരമാണിക്യമായ കുറിച്ച് ഇവിടെ വിസ്തരിച്ച് പറയുന്നത്. അപ്പം ഞാനിത് ചുരുക്കം മാത്രമേ പറയുന്നുള്ളൂ, അതിൻ്റെ പൊൻകിരീടത്തിൻ്റെ വൈശിഷ്ട്യത. അപ്പം അത് നിനക്ക് മാത്രം, ഈ ദേവിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വേറൊരു ഇത്, ജഡയ്ക്ക് അമ്പിളിത്തെല്ലുമെല്ലും. അമ്പിളി എന്നുണ്ടെങ്കിൽ ഇവിടെ ചന്ദ്രനെ നമുക്ക് ബുദ്ധിയുടെ ഇതായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണം ശിവഭഗവാന്റെയും ആ ജഡക്കെട്ടിനുള്ളിൽ അമ്മയാണ്, ഗംഗാജലത്തെയാണ്, ഗംഗയാണ് അവിടെ തിരുമുടിക്കെട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ്? അത് ജീവിതം, ജലം ഇങ്ങനെ താഴോട്ടല്ല ഒഴുകുന്നത്. അപ്പോൾ ആ സമയത്ത് ജലം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അവിടെ എല്ലാം നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഭഗവാന്റെ തിരുമുടി കെട്ടിനുള്ളിൽ ഇത് ഒതുക്കി വച്ചിരിക്കുകയാണ്. സാവധാനം പ്രകൃതിയെ ഇങ്ങനെ അത് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ശിവശതകത്തിലെ ഒരു ശ്ലോകമുണ്ട്, പണിയും അഭിണിമാല പിരിച്ചു ചേർത്തണിയും അച്ചിടയാടി വരുന്ന നിന്നണിമുഖാംബുജമക്ഷികൾ കൊണ്ടിനി കണിയണം കരുണാ കലശാംബുധയെന്ന്. എന്ത് മനോഹരമായ മന്ത്രമാണ് ഗുരു അതിൽ തന്നിരിക്കുന്നത്. അപ്പം അതിനെ പിണി ചേർത്ത് ഈ ഗംഗയുടെ ആ ചുമന്ന ചെഞ്ചിടയ്ക്കകത്ത് ഗംഗ അവിടെ ആവാഹിച്ചിരുത്തിരിക്കുകയാണ്.
അതാണ് അതിലുള്ള പണിയും അഭണിമാല. അത് പണി ഇങ്ങനെ ഫണിമാല പോലെ പിരിച്ചു ചേർത്താണ് ഗംഗയെ അവിടെ സ്വീകരിച്ച് ഏറ്റവും ഉത്തുംഗത്തിലിരിക്കുന്നത്. അപ്പം പ്രകൃതിക്ക് അവിടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഗുരു കൊടുത്തിരിക്കുന്നത്. അപ്പം അമ്മ ജീവിതത്തെ സമ്പന്നമാക്കാൻ വേണ്ടിയാണ് ഈ സ്വർഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അത് ഈ നാടകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പം നമ്മളെല്ലാം ജീവിതത്തിലൊരു നാടകം കളിക്കുന്നു. അതിൽ ഏറ്റവും ഈ നാടകം മനുഷ്യനും ഇതേ രീതിയിൽ അഭിനയിക്കുകയാണ്. മനുഷ്യൻ്റെയും നാടകമാണ്. അപ്പോൾ ഈ നിൻ്റെ ജടയിൽ ഒതുങ്ങിക്കളഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ വെറുതെ ഒരു നടനമല്ല. അതാണ് ഇവിടെ നാം അറിയേണ്ടത്. നമ്മളും ആ പ്രപഞ്ചത്തിൻ്റെ പ്രവാഹത്തിനൊപ്പം നാമും ജീവിക്കണം. ഇപ്പോൾ ശിവസ്വരൂപത്തിൽ അമ്പിളിക്കല ചൂടിയിരിക്കുന്നത് അത് ഏറ്റവും നമ്മുടെ ബുദ്ധി തിളങ്ങുമ്പോഴാണ് നമുക്ക് അവിടെ ജ്ഞാനം വരുന്നത്. അപ്പം ജ്ഞാനത്തിൽ കൂടിയാണ് അവിടെ വൈരാഗ്യം. അപ്പോൾ വൈരാഗ്യത്തിൻ്റെ അതാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ തിളക്കമാർന്ന അമ്പിളിക്കല. അതാണ് ഇവിടെ ജഡയ്ക്കമ്പിളിത്തെല്ല് മെല്ലും വിലോല ചലഭംഗ മന്ദാരമാണിക്യമാല. അപ്പം അതിനൊക്കെ ഏറ്റവും അർത്ഥതലങ്ങളുണ്ട്. സമയപരിമിതി മൂലം ഇവിടെ നാം അറിയേണ്ടത് പുതിയ ഒരു ഭാവം നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണ് ജ്ഞാനം കൊണ്ടുവരേണ്ടതെന്നുള്ള ആ രീതിയാണ് ഇവിടെ ഗുരു ഈ നാടകം ഈ ദേവിയുടെ ആ നാടകത്തെ എങ്ങനെയാണ് വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിച്ചുത്തരംഗീകൃതം. ആ പൊൻകിരീടത്തെ അങ്ങനെയാണ് സവിശേഷം. നമുക്കതിനൊന്നും വാക്കുകളില്ല. ഇതൊന്നും പറയാനുള്ള നമുക്ക് എങ്ങനെയാണെന്ന് ആ ഗുരുവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം പറയുന്നതാണ്. അത് ജീവിതത്തിൻ്റെ ആ മൂല്യത്തെ നാം മോടി പിടിപ്പിക്കുകയാണ്. മൂല്യത്തെ മാറ്റുരച്ച് എങ്ങനെയാണ് ജീവിതം നേരായ മാർഗത്തിൽ കൂടി കൊണ്ടുപോകേണ്ടത് എന്നുള്ള ആ അർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത്. ഇപ്പം ദേവിയുടെ വാസസ്ഥാനം തന്നെ ശ്രീചക്രമാണ്. അപ്പോൾ അത്യുന്നതമായ ബിന്ദുസ്ഥാനമാണത്. അതും അതിന് ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത വരികൾ പരം പഞ്ചമിച്ചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്ന് തേറിത്തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറുക്കിൽ വീണാഴി ഏഴാമരഞ്ഞാൺ അരയ്ക്കന്വഹം ചാർത്ത് മുറിവീമണാളൻ മഹാദേവനും ബ്രഹ്മനും ബുംബരായോരഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. അപ്പം മനോഹരമായ ദൃശ്യങ്ങളാണ് നാം ഇവിടെ കഴിഞ്ഞ വരികളിൽ കൂടി കണ്ടത്. അവിടെ പഞ്ചമി ചന്ദ്രൻ പോലും ഈ ദേവിയുടെ സൗന്ദര്യത്തിൽ കണ്ട് തോറ്റുപോകുന്നു. അപ്പം അവിടെ നമുക്കെന്താ അറിയേണ്ടത്? അത്രയ്ക്ക് നമുക്ക് അസാമാന്യമായ ഒരു പ്രഭാവം. ദേവിയെ എങ്ങനെ വാഴ്ത്തുന്ന ശ്രീമത് സിംഹാസനേശ്വരി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. അപ്പം രാജസിംഹാസനത്തിൻ്റെ നായിക. അത് എങ്ങനെയാ? അത് മണിമയ സിംഹാസനത്തിൻ്റെ ഏറ്റവും ഉത്തുംഗത്തിൽ ഇരിപ്പിടമായിട്ടുള്ളവരാണ്. അതാണ് സിംഹം ആസനമായിട്ടുള്ളവളാണ്. അത് സിംഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ന പദം തിരിച്ചിട്ടാൽ ഹിംസ വരും. അപ്പോൾ സിംഹം ആസനമായിട്ടുള്ള അവിടെ ഏറ്റവും കൂടുതൽ ശക്തി. അപ്പോൾ ഭക്തൻ്റെ അഹങ്കാരത്തെ ഹിംസിച്ച് നേർവഴിക്ക് നയിക്കുന്നവൾ എന്ന നമുക്ക് അർത്ഥം എടുക്കാം. അപ്പോൾ സമസ്ത ഐശ്വര്യത്തോടും കൂടിയിരിക്കുന്ന ആസനത്തിൻ്റെ ഐശ്വര്യമായിട്ടുള്ളവൾ ഇവിടെ. അതാണ് വീണാഴി ഏഴാം അരഞ്ഞാൺ അരയ്ക്കന്വഹം ചാർത്ത് മുറിവീമണാളൻ. അവിടെ മഹാദേവനും ബ്രഹ്മനും മുമ്പരായോരഹോമായയിൽ പെട്ടിരിക്കുന്ന ചിത്രം എന്നുള്ള ആ വരികൾ ഇവിടെ ബ്രഹ്മാവും അതുപോലെയുള്ള മറ്റു ദേവന്മാരും ഒക്കെ ആശ്ചര്യകരമായിട്ട് ഈ മായയിൽ പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ദേവിയുടെ ആ വർണ്ണന, ദേവി എങ്ങനെയാണ് സിംഹാസനത്തിൽ, നമുക്കറിയാം സിംഹവാഹിനിയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഗുരു വർണ്ണിച്ചിരിക്കുന്നത്. സൗന്ദര്യം അത് പഞ്ചമിചന്ദ്രനും തോറ്റുപോയി.
അപ്പം ഏറ്റവും കൂടുതൽ ദേവിയോട് ഇണചേർന്ന് നിത്യവും ഇരിക്കുന്ന ശിവഭഗവാനാണ്. അത് ഭദ്രകാളി ഇഷ്ടത്തിലും കൊടുക്കുന്നുണ്ടല്ലോ, മനോഹരമായിട്ടാണ് ഗുരു കൊടുത്തിരിക്കുന്നത്. ശ്രീമച്ഛങ്കര പാണി പല്ലവ കിരല്ലോ ലംബമാലോല്ലസന്മാരാലോല കലാപകാളകപരീ എന്നാണ് ഗുരു വിശേഷിക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം അറിയാനുള്ളത്, അർത്ഥഭാഗമായിരിക്കുന്ന ശിവഭഗവാൻ ഒപ്പം ഇരിക്കുമ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്. അത് ബ്രഹ്മസത്യത്തിൻ്റെ ഒരു പ്രകടമാകുന്ന ഒരു സർഗാത്മക. അപ്പം രണ്ടും നേരത്തെ പറഞ്ഞ രീതിയിൽ താണ്ഡവവും ലാസ്യവും കൂടി ചേരുമ്പോൾ സമഞ്ജസമായി ഈ പ്രകൃതി നല്ലപോലെ സമ്മേളനമായിട്ട് അത് മനുഷ്യർക്ക് അതിൻ്റെ ഇത് അതിൻ്റെ ഉത്തുംഗത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മായാവൈഭവത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ദേവി എന്താ, വിശ്വത്തിൻ്റെ ഒരു കോണിലിരിക്കുന്ന ഒരു കണ്ണ് തുറക്കുമ്പോൾ, അപ്പം നമുക്കറിയാം ദേവിയുടെ പല ഭാവങ്ങളൊക്കെ ഉണ്ട്. മീനാക്ഷി, ഇപ്പോൾ മീനാക്ഷി എന്ന് പേര് വരാൻ കാരണം എപ്പോഴും മീൻ ഇങ്ങനെ കണ്ണ് അതിനെ ഇമ വെട്ടാറില്ല. അപ്പം എപ്പോഴും ദേവി നമ്മളെ കടാക്ഷത്താൽ ചൊരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ കാരുണ്യമൂർത്തിയാണ്. അപ്പോൾ ആ മീൻ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ചനൽ മീനാഭലോചന എന്ന് സഹസ്രനാമം പറയുന്നുണ്ട്. അപ്പം ദേവി എപ്പോഴും നമ്മുടെ ഭക്തരെ എപ്പോഴും കാത്തു രക്ഷിക്കുന്നവളാണ്. അതാണ് ഇവിടെ നമുക്ക് അറിയാനുള്ളത്. അതാണ് മായയിലെന്നും പെട്ടിരിക്കുന്ന നമ്മളെല്ലാം ആ ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി നാം അർത്ഥിക്കണം. ചുരുക്കി പറയുകയാണ്. ഇനി അടുത്ത വരികൾ: അനങ്കന്റെ പൂവില്ലിന് അന്നൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലിക്കൊടുത്തല്ല് തല്ലി അനങ്കന്നും അങ്കത്തിലേറ്റാൽ ഒഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽപദത്താ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെ കെടുപ്പാനതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചപ്പോഴും മിന്നുന്നതും കണ്ണിണ പങ്കജ പൂവിലോലും കൃപത്തിൻ കൺകണം മാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണ് രണ്ടിങ്കിലും വിമ്മിത്തെടുക്കുന്ന പായുന്ന കല്ലോലെനിക്കും പഠിത്തം കൊടുക്കുന്നൊരാനന്ദവാരി കടക്കരപ്പാദ ഭക്തപ്രയുക്ത ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടളിപ്പെട്ടു പൊങ്ങും ഘൃണിക്കങ്കിതം ഗണ്ട കണ്ണാടിയും നന്മനിച്ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ട് രണ്ടിന് മുള്ളായി വിളങ്ങും പളുങ്കൊത്തും അൽപ്പത്തി മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. ഇതിനകത്ത് പ്രധാനമായിട്ട് നാം അറിയേണ്ടത്, അനങ്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാമദേവൻ്റെ ആ പുഷ്പബാണങ്ങൾ തൊടുത്തു വിടുന്നതിനുള്ള വില്ലിന് അതുപോലും തോറ്റുപോയി. അത്രയ്ക്കുള്ള ആ മുഖ ചാരുത, വളഞ്ഞിരിക്കുന്ന ആ പൊരിയക്കുടിയുടെ ഒരു ഇളക്കമാണ് എല്ലാ സൃഷ്ടിയുടെയും കാരണമെന്ന് ഭദ്രകാളി ഇഷ്ടത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അർത്ഥതലങ്ങളിൽ കൂടി വരുമ്പോൾ പുരികക്കുടി ചലിക്കുന്നതാണ് അവിടെ. ദേവിയുടെ പുരികക്കുടി ചലിക്കുമ്പോൾ എല്ലാം ജനനമെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമാണോ ഈ നാടകവേദിയിൽ എങ്ങനെ ശരീരത്തെ ഇവിടെ കാമദേവൻ പോലും ലജ്ജിക്കുന്ന രീതിയിൽ, ഇപ്പം കാമനെ അടക്കിക്കളഞ്ഞ അതേ പുരികക്കുടികൾ രണ്ടും വശങ്ങളിലേക്ക് വെച്ചുകൊണ്ടാണ് സദാസമയം നമ്മെ ഭക്തരെ കാത്തുരക്ഷിക്കുന്നത്. അതാണ് കണ്ണിണയാകുന്ന താമരപ്പൂവിൽ നിന്ന് ഊറിയൊലിക്കുന്ന കാരുണ്യാമൃതം. അത് കാരുണ്യാമൃതമാണ്. അത് തേൻ കണ്ണുനീർക്കണമായി നമ്മളിലോട്ട് ഭക്തരിലോട്ട് ചൊരിയുകയാണ്. അത് മഴ പോലെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാം ഭക്തരെങ്ങനെ ആ നിസ്സംഗതാഭാവത്തോടുകൂടി നാം ഭക്തിപരമായി ദേവിയെ ആരാധിക്കണം. അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സിൻ്റെ എങ്ങനെ മനസ്സ് കണ്ണാടി പോലെ തിളങ്ങണം. അപ്പോഴാണ് നമുക്ക് ഭക്തർക്ക് ഈ ദേവിയും ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നത്. അപ്പം നിൻ്റെ രണ്ട് കടക്കണ്ണുകൾ, അങ്ങനെ രണ്ട് കണക്കണ്ണിലും ഉള്ളത് ആ ഭക്തി നിർഭരമായ ആ ഭക്തന്മാരുടെ ആ ഭക്തവാത്സല്യത്തിൽ കൂടി നമുക്ക് ദേവിയുടെ ഭക്തവാത്സല്യം നമുക്ക് ഇങ്ങോട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അത് വേഗത്തിലാണ് ഇങ്ങനെ പ്രവഹിക്കുന്നതിന് ഇടതടവില്ലാതെ. അപ്പം നാമും അതോടൊപ്പം ആ പ്രപഞ്ചത്തോടു കൂടി, ആ പ്രപഞ്ചപ്രവാഹത്തോടു കൂടി നാമും ജീവിക്കാൻ പ്രാപ്തരാകണം. അതാണ് അവസാനം കൊണ്ടെത്തിക്കുന്നത്. അനങ്കൻ്റെ പൂവിൽ നിന്ന് അല്ലൽപ്പെടുത്തും
അപ്പോൾ ആ പുഷ്പബാണങ്ങൾ എങ്ങനെയാണോ തൊട്ടുവിട്ട സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നമ്മളെ കാമത്തിൻ്റെ പിടിയിൽ നിന്നും അതിനെ തിരിച്ചു വിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അറിയാനുള്ള. അത് ചുരുക്കിയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം ഇതെല്ലാം നാം എങ്ങനെ നേടിയെടുക്കണം? ഭക്തന് വർഷം പോലെ ഈ ആനന്ദ അമൃതം, ആ പരമാനന്ദ പീയൂഷം, ആ കൃപ, ആ ദേവിയുടെ കൃപ നമ്മൾ ചൊരിയും. അപ്പം അത് എങ്ങനെയാ ചൊരിയേണ്ടത്? ഭക്തനും അതേ രീതിയിൽ ജീവിക്കാൻ പഠിക്കണം. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്നത് ദേവിയുടെ നാടകത്തിൻ്റെ ഭാഗമാണെന്നറിയുക. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ കൊണ്ടെത്തിക്കുക. നമ്മൾ ആ പരമമായ സത്യത്തെ, ആ യഥാർത്ഥ സ്വരൂപത്തെ നാം അറിയുക. അത് അറിയാൻ പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ ശമം ദമം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നാം അനുഷ്ഠിക്കണം. നിത്യവും സാധന ചതുഷ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ദേവിയായിട്ട്, അതാ ബ്രഹ്മമായിട്ട് ഇഴകിച്ചേരാനും ഈശ്വര സായുജ്യം നേടാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനങ്കൻ്റെ പൂവിലെ അല്ലൽപ്പെടുത്തും ഇതെല്ലാം മാറ്റി പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിനിളിഭ്യം കൊടുക്കുന്നതിനെന്ത് ബന്ധമെന്നാണ് ഇതുകൊണ്ട് ഈ വരികൾ നിർത്തുന്നത്. അപ്പോൾ ആ വരികളിൽ കൂടി നാം അറിയുന്നത് ഈ എന്ത് ബന്ധം, നമുക്കൊന്നും ഈ ജീവിതമായിട്ടുള്ള ബന്ധത്തിലല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം അനുഭവിക്കുന്നത് ആത്മാനന്ദം അറിയുമ്പോഴാണ് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ആ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലോട്ട് ചൊരിയാനുള്ള ജീവിത നൗക നാം കെട്ടിപ്പടുക്കണം. അത് അങ്ങനെയുള്ള കെട്ടിപ്പടുക്കൽ കൂടിയാണ് നമുക്ക് ഈ ദേവിയുടെ അനുഗ്രഹ വർഷം ഉണ്ടാകുന്നത്. അപ്പം ഇത് മുത്തുപ്പടത്തിനോടാണ് അവസാനം കൊണ്ടെത്തിക്കുന്നത്. എളിഭ്യനും എന്തിന് ബന്ധം എന്നുള്ള വരികൾ. പളുങ്കൊത്തു പൽപ്പത്തി മുത്തുപ്പടത്തിന് ഇളിഭ്യം കൊടുക്കുന്നതിനെന്ത് ബന്ധം. ഇതിലൊന്നും പുറമേ കാണുന്നതിലൊന്നുമല്ല നാം അറിയേണ്ടത്. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. അപ്പം നാം അലങ്കാരങ്ങളിലോടാണ് കൂടുതൽ നമ്മുടെ പ്രൗഢി, നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതിനകത്ത് ഒളിഞ്ഞു കിടന്ന ആത്മരഹസ്യത്തെ നാം അറിയണമെന്നാണ് ഇതിൽ കൂടി രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞത്. അപ്പം ഇതെല്ലാം ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ പറയാൻ സാധിച്ചു. അപ്പം എല്ലാം അവിടുത്തെ പാതാരവിന്ദങ്ങളിലും, അമ്മയുടെ പാതാരവിന്ദങ്ങളിലും ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.